നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത വേൾഡ് കപ്പിനുള്ള യോഗ്യതാ റൗണ്ട് മത്സരങ്ങൾ പുരോഗമിക്കുകയാണല്ലോ. ഇപ്പോൾ യൂറോപ്പിൽ ഒരു പക്ഷേ ഈ ഒക്ടോബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കഴിയുമ്പോൾ ചില ടീമുകളൊക്കെ യോഗ്യത ഉറപ്പാക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നവംബറോടുകൂടി ഡയറക്റ്റ് യോഗ്യത കിട്ടുന്ന എല്ലാ ടീമുകൾക്കും യോഗ്യതയാവും. അതായത് 12 സ്ലോട്ടുകൾ അവിടെ ഫില്ലാവും. അതേസമയം ഓൾറെഡി ലാറ്റിൻ അമേരിക്കയിലൊക്കെ ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ആകെ 48 ടീമുകളാണല്ലോ പുതിയ വേൾഡ് കപ്പിൽ കളിക്കാൻ പോകുന്നത്, പുതിയ ഫോർമാറ്റിൽ. അപ്പോൾ 18 ടീമുകൾ ഇൻക്ലൂഡിങ് കോ ഹോസ്റ്റുമാർ ഇപ്പോൾ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. അതായത് കോ ഹോസ്റ്റുമാരായിട്ട് കാനഡ, മെക്സിക്കോ, USA ടീമുകളും, പിന്നെ AFCയിൽ നിന്ന് ഓസ്ട്രേലിയ, ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ, ജോർദാൻ, കൊറിയ റിപ്പബ്ലിക്, ജോർദാൻ എന്നീ ടീമുകളും, ആഫ്രിക്കയിൽ നിന്ന് മൊറോക്കോയും ട്യൂണീഷ്യയും, കോൺമബോളിൽ നിന്ന് അതായത് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് അർജൻറ്റീന, ബ്രസീൽ, കൊളംബിയ, ഇക്വഡോർ, പരാഗ്വായ്, ഉറുഗ്വായ് ടീമുകളും, OFCയിൽ നിന്ന് ന്യൂസിലാൻഡ് ഇപ്പോൾ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ബാക്കി ടീമുകൾ പിന്നാലെ വരും. നിലവിലെ ഫോമിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ആർക്കാണ് കൂടുതൽ കിരീട സാധ്യത, അടുത്ത വേൾഡ് കപ്പിന് കൂടുതൽ കിരീട സാധ്യത ആർക്ക്? നമ്മളൊരു പവർ റാങ്കിങ് പരിശോധിക്കുകയാണ്. 20 ടീമുകളുടെ നമ്മൾ എടുക്കുന്നുള്ളൂ. 20 ടീമുകളുടെ പവർ റാങ്കിങ് ആണ് നമ്മൾ പരിശോധിക്കുന്നത്. 20ാം സ്ഥാനത്ത് കോഹോസ്റ്റുമാരായിട്ടുള്ള കാനഡയാണ്. കാനഡയെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ താരങ്ങൾ അവരുടെ ടീമിലുണ്ട്. ജൊനാഥൻ ഡേവിഡും അൽഫോൻസോ ഡേവിസും ഒക്കെ അടങ്ങുന്ന സൂപ്പർ താരങ്ങൾ അവരുടെ ടീമിലുണ്ട്. ഏത് രൂപത്തിലുള്ള പ്രകടനം അവർ വേൾഡ് കപ്പിൽ നടത്തുമെന്ന് കണ്ടറിയണം. ഏതായാലും 20ാം സ്ഥാനത്ത് നമ്മുടെ പവർ റാങ്കിങ്ങിൽ കാനഡയാണ്. വലിയ ഒരു കിരീട സാധ്യതയൊന്നും അവർക്ക് കാനഡയുടെ കടുത്ത ആരാധകർ പോലും ഇപ്പോൾ കാണുന്നുണ്ടാവില്ല. അതേസമയം 19ാം സ്ഥാനത്ത് നമ്മൾ കാണുന്നത് പരാഗ്വയാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കോൺമബോളിൽ നിന്ന് ഒടുവിൽ പരാഗ്വെ യോഗ്യതയൊക്കെ ഉറപ്പാക്കിയിട്ടുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം പരാഗ്വെ വേൾഡ് കപ്പിന് വേണ്ടിയിട്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും അവരിൽ നിന്ന് എന്ത് തരത്തിലുള്ള പ്രകടനം വരുമെന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 2010 ശേഷം ആദ്യമായിട്ടാണ് ഒരു വേൾഡ് കപ്പിന് യോഗ്യത നേടുന്നത്. 18ാം സ്ഥാനത്ത് മെക്സിക്കോയാണ്. കോഹോസ്റ്റുമാരായ മെക്സിക്കോ എല്ലാ വേൾഡ് കപ്പിലും വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് കരുതി വരും. ഒരുപാടധികമൊന്നും മുന്നോട്ട് പോവാറില്ല. എന്നാൽ വമ്പന്മാരെ അവർ പിടിച്ചുലക്കാറുമുണ്ട്. ഇത്തവണയും അത്തരത്തിലൊക്കെയുള്ളൊരു പ്രകടനമേ അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുള്ളൂ. 17ാം സ്ഥാനത്ത് ഇറ്റലി ഇപ്പോൾ യോഗ്യത ഉറപ്പാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്തുമല്ല. ബട്ട് സ്റ്റിൽ ഇറ്റലിക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് തന്നെയാണ് ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2 വേൾഡ് കപ്പ് അവർ കളിച്ചിട്ടില്ല. ഇത്തവണയെങ്കിലും ഇറ്റലി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 17ാം സ്ഥാനത്ത് ഇറ്റലി വരുമ്പോൾ 16ാം സ്ഥാനത്താണ് കൊളംബിയ. തീർച്ചയായിട്ടും ലാറ്റിൻ അമേരിക്കൻ കരുത്തുമായിട്ട് അവർ ഇത്തവണയും വരികയാണ്. എത്ര ദൂരം മുന്നോട്ട് എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. 15ാം സ്ഥാനത്ത് ബെൽജിയം എന്തായാലും യോഗ്യത ഉറപ്പാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പം ഗോൾഡൻ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഇതുവരെ കിരീടങ്ങളൊന്നും നേടാൻ പറ്റാതെ നിൽക്കുകയാണ്. KDBയുടെ ഒക്കെ അവസാനത്തെ വേൾഡ് കപ്പ് ആയിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഏതായാലും ഇത്തവണ അവരെത്ര ദൂരം എന്നുള്ളതും കണ്ടറിയണം. ഇപ്പോൾ നമ്മളെന്തായാലും 15ാം സ്ഥാനമാണ് കൊടുക്കുന്നത്. 14ാം സ്ഥാനത്ത് ക്രൊയേഷ്യ, ലൂക്ക മോഡ്രിച്ചിൻ്റെ ക്രൊയേഷ്യ. ഇപ്പോഴും ഈ പ്രായത്തിലും അദ്ദേഹം തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട താരം എന്നുള്ളത് ഓർക്കുക. കഴിഞ്ഞ 1-2 വേൾഡ് കപ്പുകളിൽ അവർ വിസ്മയങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഫൈനലും സെമി ഫൈനലും ഒക്കെ കളിച്ചു. ഇനി തവണ എങ്ങാനും കിരീടത്തിലേക്ക് പോകുമ്പോൾ കാത്തിരുന്ന് കാണണം. 13ാം സ്ഥാനത്താണ് ഉറുഗ്വായ് ഉള്ളത്. മാർസലോ ബിയൽസയുടെ ഉറുഗ്വായ് വേൾഡ് കപ്പിന് യോഗ്യതയൊക്കെ ഉറപ്പാക്കിയിട്ടുണ്ട്. ലൂയിസ് സുവാരസും എഡിൻസൺ കവാനിയും ഒന്നുമില്ലാതെ അവർ വേൾഡ് കപ്പിന് വരുമ്പോൾ എത്ര ദൂരം മുന്നോട്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ താരങ്ങൾ അവരുടെ നിരയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ബാഴ്സയുടെ റൊണാൾഡോ റൗഹോയും റയൽ മാഡ്രിഡിൻ്റെ ഫെഡെ വാൽവർദയും ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ കോളപ്പിനെ അവർ വിളിച്ചിട്ടില്ല. എന്നാൽ പോലും മികച്ച ടീം അവർക്കുണ്ട് എന്ന കാര്യം ഓർക്കുക. ജപ്പാനാണ് അടുത്തത്. 12ാം സ്ഥാനത്താണ് ജപ്പാൻ വരുന്നത്. ഏഷ്യൻ ടീമായിട്ടുള്ള ജപ്പാൻ ഓൾറെഡി അവർ AFCയിൽ നിന്ന് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ മികച്ച പ്രകടനം അവർ നടത്തിയിട്ടുണ്ട്. ഇത്തവണ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് കരുതുന്നത്. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് വമ്പന്മാരുമായിട്ട് അവർ ഫ്രണ്ട്ലി മത്സരമൊക്കെ ഇപ്പോൾ സംഘടിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ തന്നെ അവർ ബ്രസീലിനോടൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ മികച്ചവരോട് മാറ്റുരച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് വരാൻ കഴിയുമെന്ന് ഏഷ്യൻ ഫുട്ബോൾ പ്രേമികൾ പ്രതീക്ഷിക്കുകയാണ്. 11ാം സ്ഥാനത്ത് സൗത്ത് കൊറിയയാണ്, മറ്റൊരു ഏഷ്യൻ ടീം. ഇവരും ഇത്തവണ ബ്രസീലുമായിട്ടൊക്കെ കളിക്കുന്നുണ്ട്. മികച്ച താരങ്ങൾ അവർക്കുമുണ്ട്.
എങ്കിലും വേൾഡ് കപ്പ് നേടുമെന്നൊന്നും ആരും കരുതുന്നില്ല. അവരുടെ നാട്ടിൽ വേൾഡ് കപ്പ് നടന്ന സമയത്ത് സെമി ഫൈനൽ വരെ സൗത്ത് കൊറിയയെ കുതിച്ചെത്തി നിങ്ങൾ ഓർക്കുന്നില്ലേ? അതുപോലുള്ളൊരു മായാജാലം ഇനിയും കാണുമോ? കാത്തിരിക്കാം. 10ാം സ്ഥാനത്താണ് ഇക്വഡോർ. ഒരു സംശയവും വേണ്ട, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് മികച്ച ടീമും കൊണ്ട് തന്നെയാണ് അവർ വരുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവരുടെ യുവനിര കണ്ടപ്പോൾ പലരും നിരീക്ഷിച്ചിരുന്നു അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും ഈ ടീം കൂടുതൽ കരുത്തുറ്റ ടീമാകുമെന്ന്. എന്തായാലും ഇപ്പോൾ മികച്ച ടീം അവർക്കുണ്ട്. അടുത്ത വേൾഡ് കപ്പിൽ അവർ മോശമല്ലാത്തൊരു പ്രകടനം നടത്തുമെന്ന് തന്നെ കരുതാം. 9ാം സ്ഥാനത്താണ് മൊറോക്കോ. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് എത്തിക്കൊണ്ടവർ ചരിത്രം കുറിച്ചിട്ടുണ്ടായിരുന്നു. ആഫ്രിക്കയിൽ നിന്നൊരു ടീം ആദ്യമായിട്ടാണ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് എത്തിയത്. സൂപ്പർ താരങ്ങൾ അവരുടെ ടീമിലുണ്ട്. ഇപ്പം അഷ്റഫ് ഹക്കീമി ആണെങ്കിലും ബ്രൈൻ ഡയസ് ആണെങ്കിലും അങ്ങനെയുള്ള സൂപ്പർ താരങ്ങൾ, പിന്നെ യാസിൻ ബോനോക്ക് ഇപ്പോഴും കളി തുടരുന്നു. സോ ആഫ്രിക്കയിൽ നിന്ന് ഓൾറെഡി അവർ യോഗ്യത ഉറപ്പാക്കിയിട്ടുമുണ്ട്. 9ാം സ്ഥാനത്ത് മൊറോക്കോ വരുമ്പോൾ ബ്രസീലിൻ്റെ സാധ്യത ഒരൽപ്പം താഴെയാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. 8ാം സ്ഥാനത്ത്. ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനമാണ് ഇത്തവണത്തെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ നടത്തിയത്. 5ാം സ്ഥാനവും കൊണ്ടാണ് അവർ വേൾഡ് കപ്പിന് കോൺമബോളിൽ നിന്ന് യോഗ്യത നേടിയത്. എങ്കിൽ പോലും ആരാധകർക്ക് വലിയ പ്രതീക്ഷ ഇപ്പോഴുമുണ്ട്. സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുടെ ഫിറ്റ്നസിൻ്റെ കാര്യത്തിലാണ് ആശങ്ക. വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും അദ്ദേഹം മടങ്ങി വരില്ലേ എന്നുള്ളത് കണ്ടറിയണം. അതേസമയം വിനി ജൂനിയറും റോദ്രിഗോയും റാഫീഞ്ഞയും ഒക്കെയുള്ള സൂപ്പർ താരനിര അവർക്ക് ഇപ്പോഴുമുണ്ട്. പിന്നെ ആഞ്ചലോട്ടിയെ പോലുള്ളൊരു കോച്ചും ഉണ്ടാകുമ്പോൾ വേൾഡ് കപ്പ് പോലൊരു ടൂർണമെൻറ്റിൽ അവർക്ക് മുന്നേറാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. കഴിഞ്ഞ കുറേ വേൾഡ് കപ്പുകൾ എടുത്തു നോക്കിയാൽ ക്വാർട്ടർ ഫൈനലിലെങ്കിലും ബ്രസീൽ എത്താതെ മടങ്ങിപ്പോയിട്ടില്ല. ഇത്തവണ അതിനും മുകളിലേക്ക് കടക്കുമോ? കാത്തിരിക്കാം. 7ാം സ്ഥാനത്താണ് നെതർലൻഡ്സ് വരുന്നത്. യൂറോപ്യൻ മേഖലയിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഇത്തവണയും നെതർലൻഡ്സ് വേൾഡ് കപ്പിന് ഉണ്ടാകും എന്ന് തന്നെ കരുതാം. ഇത്തവണ അവർക്ക് കിരീടത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആരാധകർ വരെയുണ്ട്. ഏതായാലും കാത്തിരിക്കണം. ജർമ്മനിയാണ് 6ാം സ്ഥാനത്ത്. നിലവിൽ ജർമ്മനി അവരുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്തൊന്നുമല്ല. എന്നാൽ പോലും അവരുടെ സൂപ്പർ താരങ്ങളുടെ ഒക്കെ ഒരു മികവോടുകൂടി മുന്നോട്ട് വരുമെന്ന് തന്നെ കരുതാം. അപ്പോൾ സ്ലൊവാക്കിയയോട് കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും അവരുടെ ക്വാളിറ്റിയും മികവും ഒക്കെ വെച്ചുകൊണ്ട് വേൾഡ് കപ്പ് കളിക്കും എന്ന കാര്യം ഉറപ്പിച്ച് തന്നെ പറയാം. അതേസമയം കഴിഞ്ഞ 2 വേൾഡ് കപ്പിൽ നാണം കെട്ട് പുറത്തായ ടീമാണ് ജർമ്മനി. അതായത് അവർക്ക് ഗ്രൂപ്പ് സ്റ്റേജ് പോലും കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിൽ കടക്കാൻ പറ്റിയിട്ടില്ല. ഇത്തവണ പക്ഷേ അങ്ങനെയാവില്ല എന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ആരാധകർ. 5ാം സ്ഥാനത്താണ് ഫ്രാൻസ്. യൂറോപ്പിലെ ഏറ്റവും മികച്ച ടീമുകളുടെ നിരയിൽ തന്നെ വിളങ്ങി നിൽക്കുന്ന ഫ്രാൻസ്. കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിച്ച ഫ്രാൻസ്, അതിൻ്റെ മുമ്പത്തെ വേൾഡ് കപ്പിൽ കിരീടം ചൂടിയ ഫ്രാൻസ്. ആ ഫ്രാൻസ് ഇപ്പോൾ കിലിൻ എംബാപ്പയുടെ ചിറകിലേറിയാണ് മുന്നോട്ടേക്ക് വരുന്നത്. എംബാപ്പയും ഒസ്മാൻ ഡെമ്പലെയും അതുപോലെയുള്ള സൂപ്പർ താരങ്ങളൊക്കെ അടങ്ങുന്ന ടീം. ദിദിയർ ദശാം അദ്ദേഹത്തിൻ്റെ കോച്ച് എന്ന നിലയിലുള്ള അവസാന ടൂർണമെൻ്റ് ആയിരിക്കും, അതായത് ഫ്രഞ്ച് കോച്ച് എന്ന നിലയിലുള്ള അവസാന ടൂർണമെൻ്റ് ആയിരിക്കും വേൾഡ് കപ്പ് എന്ന് ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കിരീടത്തോടുകൂടി യാത്രയാക്കുമോ ഫ്രഞ്ച് ചുണക്കുട്ടികൾ? കാത്തിരുന്ന് കാണാം. 4ാമതാണ് പോർച്ചുഗൽ ഉള്ളത്. റോബർട്ടോ മാർട്ടിനസിൻ്റെ പരിശീലനത്തിന് കീഴിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളടി മികവിൻ്റെ ബലത്തിൽ അവരിങ്ങനെ കുതിക്കുകയാണ്. യുവേഫ നേഷൻസ് ലീഗിൽ അവർ മുത്തമിട്ടു. ഇപ്പോൾ ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അവരുടെ ഗ്രൂപ്പിൽ 1ാം സ്ഥാനത്തുമാണ്. ഇത്തവണ അവർക്ക് മികച്ച ഒരു ടീമുണ്ട്, കിടിലൻ താരങ്ങളുണ്ട്. വിറ്റീജയും അതുപോലെ തന്നെ ന്യൂനോ മെൻഡസും ക്രിസ്ത്യാനോ റൊണാൾഡോയും ജാവോ ഫെലിക്സും അങ്ങനെ എണ്ണി പറയാൻ എല്ലാ പൊസിഷനുകളിലും സൂപ്പർ ഡ്യൂപ്പർ താരങ്ങളുമായിട്ട് വരുന്ന പോർച്ചുഗൽ ഇത്തവണ കിരീടത്തിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. 3ാമത് ഇംഗ്ലണ്ടാണ്. തോമസ് ടൂഷലിൻ്റെ ഇംഗ്ലണ്ട് പതിവ് പോലെ കരുത്തുറ്റ ടീം തന്നെയാണ് ഇംഗ്ലണ്ടിന്. പല വേൾഡ് കപ്പുകളിലും നമ്മൾ അവർ മികച്ച ടീമും കൊണ്ടുവന്നിട്ട് കിരീടത്തിലേക്ക് പോകാൻ പറ്റാതെ മടങ്ങിപ്പോകുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഹാരി കെയ്നൊക്കെ ഗോളടിച്ചങ്ങ് തിമിർക്കുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ തോമസ് തുഷൽ എന്ന കോച്ചിൻ്റെ കീഴിൽ അവർക്ക് നല്ല കിരീട സാധ്യത ആരാധകരെ കൽപ്പിക്കുന്നു. 2ാമതാണ് അർജൻറ്റീന. അർജൻറ്റീന 1-2 അത് സ്വാഭാവികമായിട്ടും ആരാധകർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. അർജൻറ്റീനയുടെ കഴിഞ്ഞ വേൾഡ് കപ്പ് നേടിയ ടീമുണ്ടല്ലോ, കഴിഞ്ഞ കോപ്പ അമേരിക്ക നേടിയ ടീമൊക്കെ, ആ ടീമിൻ്റെ കോർ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ലയണൽ സ്കലോനി അടുത്ത വേൾഡ് കപ്പിനായിട്ട് ടീമിനെ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിൽ 1ാം സ്ഥാനവും കൊണ്ടാണ് അർജൻറ്റീന കടന്നു വരുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. ലിയോ മെസ്സിയുടെയൊക്കെ അവസാന വേൾഡ് കപ്പായിരിക്കും. ഒരിക്കൽ കൂടി കിരീടത്തിൽ മുത്തമിട്ടിക്കൊണ്ട് അതിമനോഹരമായിട്ട് അദ്ദേഹം തൻ്റെ കരിയർ അവസാനിപ്പിക്കുമോ? കണ്ടറിയണം. ഏതായാലും മെസ്സിയും അതുപോലെ ഹുലിൻ ആൽവ
ആൽവേരസും ലൗട്രോ മാർട്ടീനസും എൻസോ ഫെർണാണ്ടസും എമിലിയാനോ മാർട്ടീനസും നിക്കോളാസ് ഓട്ടാമെൻറ്റിയും ഇതൊക്കെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ കേട്ട പേരുകൾ തന്നെയാണ്. അത് തന്നെയാണ് ഇത്തവണയും കോറായിട്ടുണ്ടാവുക. അതേസമയം നിക്കോ പാസും ഫ്രാങ്കോ മസ്റ്റൻഡൂനയും പോലുള്ള സൂപ്പർ യുവതാരങ്ങൾ കൂടി ടീമിനോടൊപ്പം ചേരുമ്പോൾ അവരുടെ കരുത്ത് വർദ്ധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഒന്നാമത് പക്ഷേ ഈ ഒരു പവർ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് കൂടുതൽ കിരീട സാധ്യത ഫുട്ബോൾ ലോകം ഇപ്പോൾ കണക്കാക്കുന്നത് സ്പെയിനിനാണ്. സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം ലമീൻ യമാലിൻ്റെ മാജിക്, അതുകൂടാതെ ഒരു പിടി യുവതാരങ്ങൾ. ഈ ലമീൻ യമാൽ ഇപ്പോൾ പരിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ വിവാദമൊക്കെ അവിടെയുണ്ട്. അദ്ദേഹം ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കളിക്കുന്നില്ല. പക്ഷേ അടുത്ത വേൾഡ് കപ്പിൽ തീർച്ചയായിട്ടും സ്പെയിനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരം ലമീൻ യമാലായിരിക്കും, പരിക്ക് അദ്ദേഹത്തെ അലട്ടിയില്ലെങ്കിൽ. സോ ഏറ്റവും അധികം കിരീട സാധ്യത കണക്കാക്കുന്നു സ്പെയിനിന്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.